യൂസുഫ് എന്തൊക്കെയുണ്ട് വിശേഷം? ഗുളിക കറക്റ്റ് സമയത്തിന് കഴിക്കുന്നില്ലേ? ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്, നല്ല വേദന. അതൊക്കെ അങ്ങ് ശരിയാക്കിയോളൂ. ഞാൻ റിപ്പോർട്ട് വിശ്വാസം കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉഷാറാക്കി എടുക്കാം. ഉപ്പനൊന്ന് പുറത്തേക്ക് എത്തിയിട്ട് നിങ്ങളൊന്ന് കൂടി വരുമോ? നിങ്ങൾ യൂസുഫ് ഖാൻ്റെ അയൽവാസിയാണ്, മോൻ്റെ അടുത്ത സുഹൃത്തും. ആ ദുബായിലുള്ള ആ മുപ്പർക്കൊരു മോനേ ഉള്ളൂ, അവൻ ദുബായിലാണ്. മോനോട് സംസാരിക്കാൻ പറ്റുമോ? ഹലോ, ആ ഷിബിൻ പറയടാ. ആ അമീനെ, ഞാൻ ഡോക്ടറെ അടുത്ത് കൊടുക്കാം. ആ കൊടുത്തു. ആ ഡോക്ടർ നമസ്കാരം. വിളിച്ചത് ഉപ്പാൻ്റെ കണ്ടീഷൻസൊക്കെ അറിയാലോ. കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഡോക്ടർ, നമുക്ക് എന്തെങ്കിലും ബെറ്റർ ട്രീറ്റ്മെൻറ്റിലേക്ക് ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത് ലാസ്റ്റ് സ്റ്റേജാണ്. നമ്മൾ പരമാവധി ഒന്ന് കെയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുക, അതാണല്ലോ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ. വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോലെ. അല്ലടാ, നമുക്ക് ആദ്യം ഉപ്പൻ്റെ അടുത്ത് പോയിട്ട് വീട്ടിൽ പോകാം. ഓ എന്നാൽ ആയിക്കോട്ടെ, ഓക്കെ. എടാ, ഞാൻ റിസൈൻ ചെയ്താൽ വന്നത്. തൽക്കാലം ഉപ്പനോട് പറയണ്ട, ഞാൻ തിരിച്ചു പോകുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അമ്മീനെ. 3 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയല്ലായിരുന്നു. തൽക്കാലം ലീവ് എടുത്ത് പോന്നാൽ പോലെ. അസ്സലാമലൈക്കും. ഉപ്പാന്റെ കുട്ടി വന്നോ? എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട്? ഉപ്പ ഇവിടെ കിടക്കുമ്പോൾ എങ്ങനെ അവിടെ സമാധാനം ഉണ്ടാവുക? ഒന്നുമില്ലടാ. കുട്ടി എന്തെങ്കിലും കഴിച്ചോ? ഞാൻ കഴിച്ചോളൂ ഉപ്പ. ഇപ്പം എന്താ കഴിച്ചോ? എന്റെ കുട്ടിക്ക് വന്നില്ലേ, അത് മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങളൊന്ന് ഉപ്പനെ പോയി കണ്ടോളിട്ടോ. ഉപ്പ, കുട്ടിയെ പച്ചി പോവട്ടോ. ഇനിയൊരു ജന്മമുണ്ടെങ്കിലും പച്ചിന്റെ മോനായിട്ട് കുട്ടി എന്നെ വേണമെന്ന് ഞാൻ പഠിച്ചവരോട് പറയൂട്ടോ.